കണ്ട ഫുള്ള് സൈക്ലിസ്റ്റാണ് ഈ ഒരു ടൈമിൽ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇന്ന് വന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ നേരം സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നതിൽ കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല. പൂവുകൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹായ്, മോർണിംഗ്. Can I have a latte please? Yeah. Anything else for you? No, should be okay. Thank you. നല്ലൊരു സ്പോട്ട് നോക്കി പോയിരിക്കാം. എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ ബെഞ്ച് ദേ ഒരു പ്രാവിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ചാവട. അയ്യോ, ചത്തു ഗൈസ്, ചത്തു. നമ്മൾ മുമ്പേ ചായ കുടിച്ച ഇതാണ് എൻ്റെ പുറത്തോട്ടുള്ള ഡോറ്. ഇവിടെ പിടിച്ച് നിൽക്കിയത് തന്നെ തുറന്നോളൂ. കണ്ടോ, നേരം പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. സീറ്റ് ഓക്കെ. എന്നാൽ പിന്നെ പയ്യെ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യാം. മൊബൈലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പോവാം. മൊബൈൽ ആക്ച്വലി വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. മൊബൈൽ വരെ നമ്മളിങ്ങനെ എവിടെയും നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട്. ഇവിടെ നിന്ന് ആക്ച്വലി 7 മിനിറ്റേ ഉള്ളൂ ഞാൻ പോകുന്ന സ്ഥലത്തോട്ട്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല, കാരണം അതൊരു അത്രയും നല്ലൊരു സ്ഥലമാണ്. എസ്പെഷ്യലി ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എല്ലാവരും ഓർക്കും ലണ്ടനിൽ ഈ തിരക്ക് പിടിച്ച് ഈ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനത്തെ അല്ലാത്ത എന്താ നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ഒന്നും ഇല്ലെന്ന്. കണ്ടോ, പുള്ളിയൊക്കെ അങ്ങ് പോവുക. എനിക്ക് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര പേടി അങ്ങനെ ചാടിക്കയറി പോകാനായിട്ട്. ഹലോ, അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു സോളോ റൈഡ്. ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു മോർണിംഗ് വൈബ് പിടിച്ചുകൊണ്ടുള്ളൊരു ചെറിയൊരു സോളോ വൈബാണ്. അപ്പോൾ ഞാൻ ആ കൂടെ നിങ്ങളെ കുറച്ച് ഇവിടുത്തെ രാവിലെ, കാരണം എപ്പോഴും നോക്കിയാലും ഇവിടുത്തെ ഈ ആളും തിരക്കും ഭയങ്കര വണ്ടികളും അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും പൊതുവെ ലണ്ടനെ പറ്റി. പക്ഷേ അങ്ങനെയല്ല, വേറൊരു സൈഡും കൂടെ ഉണ്ട് ഇതിന്. ആ ഒരു വൈബും ആ ഒരു ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു ഇതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. കറക്റ്റ് റൂട്ടിലോട്ട് നമ്മൾ ചാടി ഇനി ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. പ്രാവും കൂട്ടങ്ങൾ. അയ്യോ, എനിക്ക് ആക്ച്വലി പ്രാവ് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് ബേർഡ് അല്ല. കാരണം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഫുള്ള് പ്രാവായിരുന്നു. അപ്പോൾ പ്രാവിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു തരം ചെറിയ തരം പ്രാണിയല്ല, എന്തോ ഒരു ജീവി ഉണ്ടല്ലോ, എന്തോ പൂതാന്നെന്തോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ദേഹത്ത് വീണ ചൊറിയും. അതുകൊണ്ട് അങ്ങനെ ചൊറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവധി കിട്ടിയിട്ടുണ്ട്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് അതിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ചിന്ത ഓർമ്മ വരും. അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര എൻ്റെ ഫേവറേറ്റ് അല്ല. കണ്ടോ, ഫുള്ള് സൈക്ലിസ്റ്റാണ് ഈ ഒരു ടൈമിൽ. കണ്ടോ, അയ്യോ, കണ്ടോ, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇന്ന് വന്നത്. കാരണം കറക്റ്റ് നമുക്ക് എന്താ, ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടെ ഈ ഒരു ടൈമിൽ ഫുൾ സൈക്ലിസ്റ്റുകളുണ്ടെന്ന്. സാധാരണ നിങ്ങൾ എന്നും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കാണുന്നത് ബാക്കിയുള്ള വണ്ടികളല്ല, മറ്റേ ലണ്ടൻ്റെ ബസ്സും ബാക്കിയുള്ള ലക്ഷറി സ്പോർട്സ് കാറും അതൊക്കെ ഇതൊക്കെയല്ല. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സൈക്ലിസ്റ്റുകൾ രാവിലെ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ കാണാം. ആഹാ, അപ്പോൾ ആർക്കും തന്നെ ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല ലണ്ടനിൽ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടെന്ന്. എല്ലാവരും വിചാരിക്കും ഔട്ടർ ലണ്ടനിൽ പോയാൽ മാത്രമേ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്നാണ്. നല്ല നല്ല വ്യൂ ആണ് ഇവിടെ. പ്രത്യേകിച്ച് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഇവിടെ UK ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണല്ലോ. എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു വന്ന ടൈമിലും. അങ്ങനെയാണ് ഞാൻ ഈ ബൈക്കൊക്കെ മേടിച്ചത്. കാരണം സോളോ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡിപ്രഷനും ഇച്ചിരി പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സംഭവമാണ് സൈക്ലിങ്. സൂര്യൻ ചെറുതായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ വരുന്നുണ്ട്. നോക്കൂ ഗൈസ്, കുട്ടികൾക്ക് മാത്രം കണ്ടുവരുന്ന അരയന്നങ്ങളല്ല ഇത് ഇവിടെ കാണുന്ന അരയന്നങ്ങളാണ്. 1 2 3 4 5 6 കുഞ്ഞുങ്ങളും
അച്ഛനും അമ്മയാന്ന് തോന്നുന്നു ഫാമിലി ആയിട്ട് അങ്ങോട്ടോ പോകുന്നുണ്ട് രാവിലെ തന്നെ. നമുക്ക് ഇവിടെ ഒരു ബെഞ്ച് കണ്ടു, 2 മിനിറ്റ് ഇരിക്കാം. കാരണം ഇത്ര നേരം ഓടിച്ചു വന്നപ്പോഴത്തേന് ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സൈക്കിൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വൈബ് പിടിക്കാൻ ഓർത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നേരം സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നത് കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല. കാരണം റൂമിൽ ഇരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ എപ്പോഴും തന്നെ പുറത്തിറങ്ങി സഞ്ചരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്നെ പോകാനും എനിക്ക് ഇഷ്ടമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചില സമയത്തുണ്ടല്ലോ, നമുക്ക് എന്താ ആരെയും കൂടെ കൂട്ടാതെ നമുക്ക് ചില സമയത്ത് തന്നെ വരുന്ന ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. അതായത് എന്താ നമുക്ക് എന്താ സോളോ വൈബ് അല്ലേ, അത് തന്നെ. അപ്പൊ നീ നോക്ക്, ഹെൽമെറ്റ് ഒക്കെ വരും. കാരണം ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേനും എന്താ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്താ നമ്മൾ പൂക്കളൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇത് നോക്ക്, സൈക്കിളിന്റെ ടയറിലെല്ലാം കേട്ടോ പൂണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അവിടെ ഒരു പട്ടി വരുന്നുണ്ട്. എനിക്ക് പേടിയാണ്. കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച്, പക്ഷെ ഇവിടുത്തെ ഡോഗ്സ് ഒന്നും അങ്ങനെ കടിക്കത്തില്ല, ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ്. പിന്നെ എന്താ ഇവിടെ പട്ടി കടിച്ചാൽ നമുക്കെന്തോ ക്യാഷൊക്കെ കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട, എന്നാലും എനിക്ക് പേടിയാണ്. ദൈവമേ. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇവർക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ ഒരു ടെൻഡൻസി നമുക്ക് വരുമല്ലോ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഫീഡ് ചെയ്യരുതെന്ന് അവരെല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഭയങ്കര എന്തോ തെറ്റാണ് ഇവിടെ, ഫീഡ് ചെയ്യരുതെന്നാണ്. കാരണം അവർ പറയുന്നത് നമ്മൾ അതിനെ നശിപ്പിക്കുവാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ. ഒരു കഫേ ഉണ്ട്, കഫേ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന കാര്യം, നമുക്കൊരു ചായ വേണം തോന്നുമ്പോൾ ഇവിടെ ഒരു ചായക്കൊരു കടയില്ല. അതാണ് എന്താ എസ്പെഷ്യലി നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് ഭയങ്കര പാട്. നമുക്കിടെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചായയാണല്ലോ. ഇതിങ്ങനെ എപ്പോഴും കാറിക്കൊണ്ട് കിടക്കില്ല. അതെ കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം അത് കണ്ട ഇങ്ങനെ പോകുന്നതാണ്, അയ്യോ ഭയങ്കര ക്യൂട്ട്. ഇത് നല്ലൊരു സ്പോട്ടാണ് ആക്ച്വലി. ഇവിടെയാണ് ആക്ച്വലി ബോട്ടിംഗ് ഉള്ളത്. ബോട്ടിങ്ങിൻ്റെ എനിക്ക് ടിക്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ കടയുടെ തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇവിടെ ആരും ഇല്ല, ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത്. ഹായ്, മോർണിംഗ്. Can I have a latte please? Yeah. Anything else for you? No, should be okay, thank you. Yeah, just tap your card. Here, okay. കഴിക്കാനൊക്കെ ആണെങ്കിലും ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇത് ഇതാണ് സേഫ്റ്റിയാണ് മുഖ്യം. കണ്ടോ, ഇവിടെ വേറൊരു മനുഷ്യനില്ല, സസ്പീഷ്യസ് ആയിട്ടോ അങ്ങനെ ഒന്നും ആരുമില്ല. കൊണ്ട് കണ്ടോ, ഇവിടെ തൊട്ടടുത്ത് എൻ്റെ സൈക്കിൾ ഇരിപ്പുണ്ട്. നമുക്ക് ചായയൊക്കെ കുടിക്കാം ഗൈസ്. താങ്ക് യു. നല്ലൊരു സ്പോട്ട് നോക്കി പോയിരിക്കാം. എവിടെ ഇരിക്കാം? ആ ഒരു സൈഡിൽ ഇരിക്കാം. അപ്പം ഞാൻ എൻ്റെ സൈക്കിള് കോഫി ഇവിടെ വെച്ചു. സൈക്കിൾ ആക്ച്വലി ഞാൻ ചാരി വയ്ക്കുക. കാരണം വെറുതെ ഇവിടെ ചാരി വയ്ക്കാൻ സൗകര്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, അവിടെ അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, അപ്പോൾ എനിക്ക് ഒത്തിരി ബെഞ്ച് കിട്ടി. എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ. ഇവിടെ ബെഞ്ച് ഒരു പ്രാവൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈവനിങ് എനിക്ക് തോന്നുന്നില്ല അത്രയും സേഫാണ്. അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടാകുമ്പോഴത്തേനും കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു സമയത്ത് എന്താണ് ഇവിടുത്തെ ചില കള്ളന്മാരൊക്കെ നൈറ്റ് ഡ്യൂട്ടി തന്നെ കിടന്ന് ഉറങ്ങുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതെ, ഈ വെള്ളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ചായ ചിലപ്പോൾ തണുക്കും. ചായ കുടിക്കാം. നല്ല സുഖം, നല്ല ചായ. സാധാരണ കോഫി ചില സ്ഥലങ്ങളിൽ അത്ര ടേസ്റ്റ് വരുന്നതല്ല, പക്ഷെ ഇത് നല്ല ചിലപ്പോൾ കിട്ടാതെ കുടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ, അതും കാണും. ഇന്നെനിക്ക് ഓഫാണ് ആക്ച്വലി, അതുകൊണ്ട് എനിക്കങ്ങനെ സാധാരണ ഞാൻ എപ്പോഴേലും ഈവനിങ് ഇറങ്ങിയ എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ എനിക്ക് ഷിഫ്റ്റ് കാണും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഷിഫ്റ്റ് ഉള്ളപ്പം ഫുഡ് ഉണ്ടാക്കണം,
നമ്മൾ എന്താ തുണിയെല്ലാം അലക്കണം, അങ്ങനത്തെ ഒത്തിരി പരിപാടികൾ കാണും. പക്ഷേ ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് നാളെ ഉള്ളൂ. നാളെ ആക്ച്വലി ഈസ്റ്റർ ആണല്ലോ. ഈസ്റ്ററിന് പക്ഷേ എനിക്ക് വർക്കുണ്ട്. അപ്പം എനിക്കങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങിയത്. പഴയ കാണാൻ കിട്ടാത്ത സൂപ്പർ മാരിയോ ഗെയിമിംഗ് ആണ് ആക്ച്വലി ഇതിലുള്ളത്. നല്ല ചെറിയ കാറ്റ്. ചാവട. ഞാൻ എപ്പോഴും ഔട്ടാവും ഗൈസ്. പക്ഷെ എന്നാലും ഞാൻ തോറ്റ് പിന്മാറുന്നവളല്ല. ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ ചത്തു ഗൈസ്, ചത്തു. ചായ കുടിക്കാം. അപ്പോൾ ഗൈസ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇതെൻ്റെ ഹാൻഡ് ക്രീമാണ്. കാരണം തണുപ്പത്ത് നല്ല രീതിക്ക് ഇവിടെ ഡ്രൈ ആവുന്നുണ്ട് കൈ. ഭയങ്കര എൻ്റെ സ്കിന്നിന് സീനായതുകൊണ്ട് ഇച്ചിരി ക്രീം ഞാൻ എപ്പോഴും കഴിക്കും. ഈ ബൈക്കായിട്ട് ഇറങ്ങാൻ തന്നെ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ എൻ്റെ മറ്റേ ബൈക്ക് കൊടുക്കാനുള്ള മെയിൻ കാരണം അത് തന്നെയായിരുന്നു. കാരണം അത് ഫോൾഡിങ് ബൈക്ക് ആയിരുന്നെങ്കിലും വെയിറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം അതായത് എൻ്റെ വെയിറ്റിനൊക്കെ വെയിറ്റ് അതിനുള്ളത് കൊണ്ട് എനിക്കത് നല്ല ഫുള്ളൊക്കെ ഇറക്കുന്നു. നല്ല സാൻഡ്വിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് എനിക്കത് ഫോൾഡ് ചെയ്യാനും ക്യാരി ചെയ്യാനൊക്കെ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പണ്ട് തൊട്ടേ ഇവനെ മേടിക്കണം എന്ന് ഓർത്തിരുന്നത്. കാരണം ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ബൈക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ടയറിന് 16 ഇഞ്ചേ ഉള്ളൂ. ഈ ടയർ 16 ഇഞ്ച് ടയറും മൊത്തം 11 കിലോ, 11 to 12 കിലോ ആണ് ടോട്ടൽ ഈ സൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് പിടിച്ചുകൊണ്ട് നടക്കാം. നമുക്ക് ട്രെയിനിലോ, പിന്നെ ഞാൻ താമസിക്കുന്ന അവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും ജസ്റ്റ് കയറാം. ഇത് കണ്ടോ നല്ലൊരു ബ്രിഡ്ജിലൂടെ കണ്ടോ, മറ്റേ നമ്മളവിടെ കണ്ട വെള്ളമല്ല ഇതിൻ്റെ അടിയിൽ കൂടെയാണ് അങ്ങ് പോവുക. ഇതെന്തോ പൂവാണെന്നാണ് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഇത് കണ്ടോ ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് പൂവാണ് കേട്ടോ. ഇത് നല്ല വയലറ്റ് കളറ് പൂ പയ്യെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടെ ഉണ്ടായി വരുമ്പോഴത്തേനും നല്ല രസമായിരിക്കും കാണാൻ. ഇതിങ്ങനെ കവറായി വരുമ്പോൾ അതെ നമ്മൾ മുമ്പേ ചായ കുടിച്ച ഷോപ്പിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേ ആണിത് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇവിടെ ഇരുന്നും ഇതിൻ്റെ ഏത് സൈഡിൽ ഇരുന്നാലും അന്യായ വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ ഈ സായിപ്പ് എന്നെ ചിരിച്ചു കാണിച്ചു. ചില ആൾക്കാർ നല്ലതാട്ടോ, നല്ല ആറ്റിറ്റ്യൂഡും നല്ല മൈൻഡുള്ളവരാണ്. പക്ഷെ ചിലവർക്ക് നമ്മളിങ്ങനെ മലയാളം സംസാരിക്കുകയും നമ്മളിങ്ങനെ പോകുന്നൊന്നും അവർക്കത്ര പിടിക്കുകയില്ല. ഇത് ആക്ച്വലി സ്കൂളാണ്. സർക്കസ് പഠിപ്പിക്കുന്ന ക്ലാസ് കിട്ടുന്ന സ്പോട്ടാണ്. ഇത് കണ്ടോ ഫ്ലൈയിങ് ട്രപ്പീസ് സ്കൂളാണിത്. ഇത് കണ്ടോ നമുക്ക് ഈ പടത്തിൽ കാണുന്ന ഇതാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താ ചെറുക്കൻ കൊച്ച് കാണിക്കുന്നതെന്ന്. ചാടുമെന്ന് എനിക്ക് കണ്ട അവരെ ട്രെയിൻ ചെയ്യുവാണ് ട്രെയിനേഴ്സ്. അവർക്ക് കണ്ട സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുക. ദൈവമേ ഞാനൊക്കെയാണ് തല ഇറങ്ങി താഴെ കിടക്കും. വാവ് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ഇത് ഇവിടെ കാണുന്നത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ഞാൻ നോക്കുന്നത് ജിമ്മിൽ പോകുന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സൈക്ലിങ്. നമുക്ക് നല്ല ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്ന് ഇറങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ ഫ്ലാറ്റിന് ഫ്രണ്ടിലുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ, അതായത് നിങ്ങൾക്ക് ഈ നേച്ചറെല്ലാം ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.